വെൽക്കം ടു നഴ്സിംഗ് മന്ത്ര. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യം MOH എക്സാമിനെ കുറിച്ചാണ്. MOH എക്സാം UAE MOH എക്സാമിനെ കുറിച്ചാണ്. എൻ്റെ സിസ്റ്റർ ഇന്ന് MOH എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു. അവളെ അക്കമ്പനി ചെയ്ത് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് ഇൻഫോർമേഷൻസ് ന്യൂ കമേഴ്സിന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അവിടെ എത്തിച്ചേരുവാൻ ഷാർജ ട്രെയിനിങ് സെൻറ്ററിൽ വെച്ചിട്ടാണ്, ഷാർജ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ വെച്ചിട്ടാണ് എക്സാം ഉള്ളത്. MOH എക്സാം നടക്കുന്നത് അവിടെ വെച്ചാണ്. റിട്ടൺ എക്സാമാണ്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ, ഇപ്പം നിങ്ങൾ ദുബായിലാണെങ്കിൽ ഒരു ടാക്സി വിളിച്ച് പോവുകയോ അല്ലെങ്കിൽ സ്വന്തം ഡ്രൈവ് ചെയ്ത് പോവുകയോ ചെയ്യാം. അവിടെ പാർക്കിംഗ് പ്ലേസസ് എല്ലാം ഉണ്ട്. ഇല്ലെങ്കിൽ ഇപ്പം ഞങ്ങളവിടെ കണ്ടത് കുറേ ആൾക്കാർ തന്നെ വരുന്ന സ്റ്റുഡൻസും ഉണ്ട്. ഇപ്പോൾ ഹസ്ബൻഡുമാർക്ക് ഓഫീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ടാക്സിയിൽ വരികയും ചെയ്യാം. അവരോട് പറഞ്ഞാൽ മതി, ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മതി. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ ഇൻസൈഡിലേക്ക് അലൗ ചെയ്യുന്നതല്ല നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നാലും ഓക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു റിസപ്ഷൻ ഉണ്ടാവും. റിസപ്ഷനിൽ പോകുമ്പോൾ അവർ പറയും നിങ്ങളവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. 9 o'clock എക്സാം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു 8:50 ഒക്കെ ആകുമ്പോൾ നമ്മളെ ഇൻസൈഡിൽ ഇരുത്തും. അവിടെ ഒരു ഹോളിലിരുത്തും. അപ്പോൾ അത്ര സമയം നമ്മൾ ഔട്ട് സൈഡ് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളിൽ ചെന്നിട്ട് അവിടെ ഇരിക്കും. ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒരു പാസ്പോർട്ട് മാത്രം മതി നമുക്ക്. ഒറിജിനൽ പാസ്പോർട്ട് മാത്രം കൊണ്ടുപോയാൽ മതി. ഈവൻ പെൻസിലോ പെന്നോ അങ്ങനെയുള്ള ഒരു സാധനവും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ മൊബൈലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ഹോളിനുള്ളിൽ തന്നെ നിങ്ങളുടെ ബാഗ് വെച്ചിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആയിട്ട് ബാഗിനകത്ത് വെക്കാൻ പറയും. അതെല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ ഇൻസൈഡ് വെക്കാം. ഇനിയിപ്പം കാൽക്കുലേറ്റർ അഥവാ കൊണ്ടുവന്നാൽ പ്ലെയിൻ നോർമലായിട്ടുള്ളൊരു കാൽക്കുലേറ്റർ വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ അവിടെ ഇതെല്ലാം തരും. കാൽക്കുലേറ്റർ തരും, പെൻസിൽ തരും, അതുപോലെ തന്നെ ഇറേസർ തരും, അതെല്ലാം തരും. എക്സാമിൻ്റെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 മണിക്കൂറാണ് ടൈം വരുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ വാഷ്റൂമിൽ പോകാൻ അവിടെ തന്നെ സൗകര്യമുണ്ട്. സൈഡിലോട്ട് മാറിയിട്ട് വാഷ്റൂംസ് ഉണ്ട്, അവിടെ പോവാം. പിന്നെ അതുപോലെ തന്നെ ഇത് കാൽക്കുലേറ്റർ നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യും. ഇൻസൈഡ് റൂമിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യും കാൽക്കുലേറ്റർ. പെൻസിൽ പ്രൊവൈഡ് ചെയ്യും, ഇറേസർ പ്രൊവൈഡ് ചെയ്യും, എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ എന്ന് പറഞ്ഞാൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ടോട്ടൽ 2 hours ആണ് ടൈം ഡ്യൂറേഷൻ ഉള്ളത്. ഫസ്റ്റ് അവർ നമ്മൾ ഹോളിൽ കയറുമ്പോൾ തന്നെ അവർ ഇൻസ്ട്രക്ഷൻസ് തരും. ഇൻസ്ട്രക്ഷൻസ് തരുന്നത് ഫസ്റ്റ് നമുക്കൊരു പേപ്പർ ആൻസർ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടർ സ്കാനിങ് ചെയ്യുന്ന കോഡ് ബേസ്ഡ് ആയിട്ടുള്ള ആൻസർ ഷീറ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ABCD എന്ന് പറഞ്ഞിട്ട് ആൻസർ ഓപ്ഷൻസ് കൊടുക്കും. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസിൽ നമ്മുടെ ലാസ്റ്റ് നെയിം മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം എഴുതുക. അതിന് താഴോട്ടേക്ക് ABCD കോളംസ് ഉണ്ടാവും. അപ്പോൾ ആ കോളംസിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ നെയിംസ് മാർക്ക് ചെയ്യണം. കറക്റ്റ് ഏത് ലെറ്റേഴ്സാണ് വരുന്നത് ആൽഫബറ്റ്സ് അനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് വിടുക. അത്രയും ആവശ്യമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ മുകളിൽ നമ്മുടെ മെയിൽ ID, രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെയിൽ ID. ഇപ്പം പല സ്റ്റുഡൻസ് ഇപ്പോൾ ഏജൻസിമാരെ കൊണ്ടായിരിക്കും ചിലപ്പം ഡേറ്റ് ഒക്കെ എടുത്തിരിക്കുന്നതും. ചിലർക്ക് ഈ FDൻ്റെ പാസ്വേഡ്, യൂസർ നെയിമും പാസ്വേഡ് അറിയത്തുണ്ടാവില്ല. അങ്ങനെയുള്ളവർ ഈ യൂസർ നെയിമും മെയിൽ ID ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി യൂസ് ചെയ്ത മെയിൽ ID, സെയിം മെയിൽ ID തന്നെ നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതാൻ പറയും. അവരപ്പോൾ എഴുതുക. ഇൻ കേസ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും അവരുടെ ലിസ്റ്റിലുള്ള ലിസ്റ്റ് കൊണ്ടുത്തരും. അത് ചോദിച്ചിട്ട് എഴുതാവുന്നതാണ്. പക്ഷേ ബെറ്റർ അറിഞ്ഞിരിക്കുന്നതാണ് ബെറ്റർ. ഒറിജിനൽ പാസ്പോർട്ട് കമ്പൽസറി ആയിട്ട് അതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മളോട് ബാഗിൽ തന്നെ പാസ്പോർട്ട് വെച്ചോളാൻ പറയും. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ സാധാ ഒരു ക്ലാസ് റൂം തന്നെയാണത്. നമ്മൾ ചെയേഴ്സ് ഉണ്ടാവും, നമ്മളവിടെ ഇരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്ന് നമ്മളെല്ലാം ഫില്ലപ്പ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് 9 o'clock സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എന്തും എഴുതാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാം. എല്ലാം പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. വർക്ക്ഷീറ്റ് പോലെ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ടിക്ക് ഇടാം. ഡൗട്ടുള്ളൊക്കെ ഡൗട്ടൊന്ന് എഴുതി വെക്കാം. എന്തും ചെയ്യാം. ഒരു കുഴപ്പമില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ പേരും നമ്മുടെ മെയിൽ ID എഴുതാൻ വേണ്ടിയിട്ട് അവർ പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻ കേസ് നമ്മൾ കാൽക്കുലേഷനൊക്കെ വരുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ നമ്മൾ കൈ ബുക്ക് ചെയ്യാൻ മതി. അപ്പോൾ അവർ വന്നിട്ട് കാൽക്കുലേറ്റർ തരും. അതെല്ലാം ചെയ്യും. പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ തിയററ്റിക്കലി ആണ് കുറേ കൂടുതലായിട്ട് അതങ്ങനെ വന്നേക്കുന്നത്. പിന്നെ കുറേ വന്നിരിക്കുന്നത് ക്രൂക്കഡ് ആയിട്ടുള്ള ഇതിൽ ആണ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും, പക്ഷേ ഇൻഡയറക്റ്റ് വേയിലാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത് എന്നാണ് അവർ സിസ്റ്റർ പറഞ്ഞത്.
പിന്നെ വേറെ ഇൻ കേസ് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവരോട് പറഞ്ഞാൽ മതി. 2 പേരുണ്ടാവും ഹോളിൽ, എക്സാമിനേഴ്സ് 2 പേരുണ്ടാവും. അപ്പം 2 മെമ്പേഴ്സ് ഉണ്ട് എക്സാമിനേഴ്സ്. അപ്പോൾ അവരോട് ചോദിച്ചാൽ മതി, എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഡീല്. പിന്നെ ഏകദേശം ഹാളിലൊരു 20-25 മെമ്പേഴ്സ് ഏകദേശം ഉണ്ട്. എക്സാമിന് 20 മെമ്പേഴ്സ് എന്തായാലും ഉണ്ട്. അത്രയേ ഉള്ളൂ ഒരു ഹോളിൽ ഒരു സിദ്ധപ്പെടുത്തുന്നത്. 3 feet ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആൻസർ പറഞ്ഞു കൊടുക്കാനോ കൈകൊണ്ട് ആക്ഷൻ കാണിക്കാനോ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് ഒന്നും നടക്കില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ തന്നെ ആൻസർ ഷീറ്റ് നമ്മൾ തന്നെ നോക്കിയിട്ട് പൂരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഇത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ഒരു ടൈം കിട്ടുന്നുണ്ട് അവിടെ. 2 hours എന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ചൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 times തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാൻ പറ്റും. പിന്നെ അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് അവിടെ ഇട്ടിട്ട് പോയിട്ട് ലാസ്റ്റ് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അത് നമ്മൾ റിട്ടേൺ വന്നിട്ട് അത് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് ഞാനവിടെ സിസ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങൾ ഒന്നും അറിയത്തില്ല, കഷ്ടപ്പെട്ട് അവിടെ എത്തിപ്പെട്ടത്, ഒരു ഡീറ്റെയിൽസും ഇല്ല, ഷാർജയിൽ എക്സാം നടക്കുന്നതെന്നറിയാം, എവിടെയാണെന്നറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി, ഷാർജ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് സെർച്ച് ചെയ്താൽ മാപ്പ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ചാലും ടാക്സിക്കാരോട് പറഞ്ഞാൽ മതി, അവർ ആ കറക്റ്റ് പ്ലേസിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോയി നിർത്തി തരും. അവിടെ ഇറങ്ങിയിട്ട് ഡയറക്റ്റ് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഇൻസൈഡിൽ പോയിട്ട് റിസപ്ഷനിൽ പോയിട്ട് പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെ കുറേ ഡൗട്ട്സും കാര്യങ്ങളും, പിന്നെ കുറേ പേര് 2-3 പ്രാവശ്യം എഴുതിയിട്ട് ഫെയിലായി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ ഇഷ്യൂസും ഒക്കെ കുറേ പേര് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. ഞാനത് ഓൾറെഡി എഴുതിയവർക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. പക്ഷേ വേറെ മോയ്സിൻ്റെ വീഡിയോസും കുറേയൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയാൻ വേണ്ടി വിചാരിച്ചത്. അപ്പോൾ ഇന്ന് തന്നെ എഴുതിയ എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ അനിയത്തി എന്നോടൊപ്പം ഇവിടെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് അനിയത്തി സിസ്റ്ററിനോട് തന്നെ ചോദിക്കാം എന്താണ് കൂടുതൽ എക്സാമിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചു നോക്കാം. സിസ്റ്ററിൻ്റെ പേര് ഷോളി എന്നാണ്. അയ്യോ, ഇന്ന് എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് വലിയ ടഫായിട്ട് തോന്നിയില്ല. കുറേയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ നേഴ്സിംഗ് മന്ത്രയെ ഫോളോ ചെയ്യുന്നുണ്ട്. നേഴ്സിംഗ് മന്ത്രയിലുള്ള ക്വസ്റ്റ്യൻസിന് കുറേ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ച് ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചു. പക്ഷേ നമുക്കത് കുറച്ച് ക്രൂക്കഡായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. പിന്നെ ക്വസ്റ്റ്യൻസ് വന്ന മോഡൽ എന്ന് പറഞ്ഞതുപോലെ 100 questions ആണുള്ളത്. ഇപ്പോൾ നമുക്ക് കുറേ സർജറി കഴിഞ്ഞ പേഷ്യൻസിനെ കുറിച്ച്, പിന്നെ ഡയഗ്നോസിസ് ആയിട്ടൊരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ടുണ്ട് വാർഡിൽ. അപ്പോൾ ആ പേഷ്യൻ്റ് ആ ഡയഗ്നോസിസിൻ്റെ ഇതിനെക്കുറിച്ച് കൂടുതൽ അവർ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. കാരണം ഈ പേഷ്യൻ്റ് ഈ ഡയഗ്നോസിസ് വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്, സയൻസ് ആർ സിംറ്റംസ്, പിന്നെ അതിൻ്റെ എന്തെങ്കിലും കോംപ്ലിക്കേഷന്, പിന്നെ അതിന് വേണ്ട ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, എന്ത് ടെസ്റ്റാണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ആണ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പോൾ ഷോളി, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു CVയുടെ ഒരു ഡയഗ്നോസിസ് നമുക്ക് തരുവാണെങ്കിൽ അതിൽ തന്നെ ഒരു 9-10 questions ആയി തന്നെ ചോദിക്കും. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഒരു പേഷ്യൻ്റ് CV ആയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഇന്ന പേഷ്യൻ്റ് മിസ്റ്റർ എക്സ് ഈസ് അഡ്മിറ്റഡ് വിത്ത് കണ്ടീഷൻ ഓഫ് CVA. അതിൻ്റെ അടിയിൽ അവർ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒരു 5-6 questions ആ CVനെ ബേസ് ചെയ്ത് 5-6 questions ഉണ്ടാകും. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, CV ആണ് ആ പേഷ്യൻ്റ് എന്തുകൊണ്ടാണ് വന്നത്, റിസ്ക് ഫാക്ടർ എന്താണ്, പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യന്. പിന്നെ അതിന് കൊടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണ്, സെക്കൻഡ് ക്വസ്റ്റ്യന്. അങ്ങനെ ഒരു കണ്ടീഷനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് 5-6 questions ചോദിക്കും. പിന്നെ ഒരു പൊസിഷനെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു, ഏത് സൈഡിൽ നിൽക്കണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൊസിഷൻ. അതിപ്പം സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് അഡ്മിറ്റ് ആണെങ്കിൽ, സർജറി കഴിഞ്ഞിട്ടാണെങ്കിൽ ഏത് പൊസിഷനാണ് ആ പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത് സർജറി കഴിഞ്ഞപാടെ, അങ്ങനത്തെ കുറേ ചോദ്യം ചോദിച്ചു. പിന്നെ ആ സർജറി കഴിഞ്ഞിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, കൂടുതൽ നേഴ്സിംഗ് ഇൻട്രവൻഷൻ തന്നെയാണ് ചോദിക്കുന്നത്. നേഴ്സുമാർ എന്താണ് ചെയ്യേണ്ടത്, ഉള്ള കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ. പിന്നെ ഏതൊക്കെ ഡയഗ്നോസിസ് ഏകദേശം ചോദിച്ചിരിക്കുന്ന ഡയഗ്നോസിസ് നമുക്ക് ഇപ്പം അപ്പൻഡിക്സ് അല്ലെങ്കിൽ CV അങ്ങനെ കുറേ ഡയഗ്നോസിസ് ഉണ്ട്. മെയിനായിട്ട് എല്ലാ ക്വസ്റ്റ്യനിലും കാണപ്പെടുന്ന ഏതൊക്കെ ഡയഗ്നോസിസ് ആണ്, മെഡിക്കൽ സർജിക്കലാണോ അല്ലെങ്കിൽ OB ഗൈനി ആണോ, സൈക്യാട്രിക് ആണോ, ഏത് സിസ്റ്റാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചത്?
ഇവൻ എല്ലാ സിസ്റ്റത്തിനും ചോദിച്ചു. റെസ്പിറേറ്ററി സിസ്റ്റം ചോദിച്ചു, ഗൈനക് ചോദിച്ചു, പീഡിയാട്രിക് ചോദിച്ചു, ന്യൂറോളജി ചോദിച്ചു. എല്ലാ സിസ്റ്റത്തിനും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പം പറയുകയാണെങ്കിൽ TB-നെ കുറിച്ച് കൂടുതൽ ചോദിച്ചു, പിന്നെ അപ്പൻഡക്ടമി ചോദിച്ചു, CVA ചോദിച്ചു കുറേ, പിന്നെ റെസ്പിറേറ്ററി കണ്ടീഷൻസ് നന്നായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ നമ്മൾ പൊസിഷനൊക്കെ എന്താ കൊടുക്കേണ്ടതെന്ന്, പിന്നെ സൗണ്ട്സിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. ലങ് സൗണ്ട്സ് ഒക്കെ ചോദിച്ചു. പിന്നെ ഈ ഡെലിവറി അല്ലെങ്കിൽ പോസ്റ്റ് നാറ്റൽ മദർ അല്ലെങ്കിൽ മറ്റേണിറ്റി അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെയാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്, കുറേ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേസിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടോ? മറ്റെനിക്ക് ചോദിച്ചു, ലേബർ റൂമിൽ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ട് കഴിഞ്ഞ് കഴിയുമ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പിന്നെ അതിൻ്റെ കെയർ, പിന്നെ പ്രീ എക്ലാംഷ്യ ആയിട്ട് ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ എന്ത് കെയറാണ് കൊടുക്കേണ്ടത്, എന്ത് പൊസിഷനാണ് കൊടുക്കേണ്ടത്, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ്. പിന്നെ പ്രഗ്നൻസിൻ്റെ ടെസ്റ്റ്, അങ്ങനെ കുറേ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, ഏതൊക്കെ ടെസ്റ്റാണ്, കൺഫർമേഷൻ ടെസ്റ്റ് ഉണ്ടാവില്ലേ, HBsAg ആണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B ചെയ്യാൻ വേണ്ടിയുള്ളത്, അതുപോലെ പ്രഗ്നൻസിൻ്റെ ടെസ്റ്റുകൾ, പ്രഗ്നൻസി ടെസ്റ്റ്, അത് പിന്നെ ഗസ്റ്റേഷൻ ഡയബറ്റീസ് മെഡിസിൻ ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റുകൾ ചോദിച്ചു. അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ കുറേ സൈക്കോളജിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഇന്ന പേഷ്യൻ്റ് അഡ്മിറ്റ്, സൈക്കോളജി കണ്ടീഷനായിട്ട് പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ടുണ്ട്, ടഫായിട്ടുള്ള സൈക്കോളജി ഇച്ചിരി ടഫായിട്ട് തോന്നി. ഞാനൊരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് അത് ചോദിച്ചത്. പിന്നെ അതുകൊണ്ട് ഇച്ചിരി ടഫായിട്ട് തോന്നി. അപ്പോൾ നേഴ്സ് എന്താണ് ചെയ്യേണ്ടത്, സൈക്കോളജിക്കൽ പേഷ്യൻറ്റിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, അവരോട് എങ്ങനെയാണ് അവർ സംസാരിച്ച് ഡീൽ ചെയ്യേണ്ടത്, അത് അങ്ങനത്തെ കുറച്ച് ചോദ്യം ചോദിച്ചു. അത് ഇച്ചിരി ടഫായിട്ട് തോന്നി. അത് ഇൻഡയറക്റ്റ് ആയിട്ട് തോന്നിയാൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും ഒരുപോലെ തോന്നും. അപ്പോൾ ഏതാണ് ആക്യുറേറ്റ് എന്ന് അവർ ചോദിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടായിരുന്നു. അത് ഇച്ചിരി ടഫായിട്ട് തോന്നി. അല്ല, അറ്റൻഡ് ചെയ്തല്ലേ? അറ്റൻഡ് ചെയ്യാൻ നമുക്ക് എന്തായാലും സമയം കിട്ടും. 2 hours എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലാണ്. നമുക്കൊരു 1.5 hour കഴിഞ്ഞിട്ട് അത് 100 കഴിഞ്ഞു. അത് ഞാൻ 1/2 മണിക്കൂർ. പിന്നെ ഞാൻ കുറച്ച് ആദ്യം എനിക്ക് ഇച്ചിരി ടഫായിട്ട് തോന്നിയത് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് ½ an hour ഒന്നും കൂടെ എഴുതുക ചെയ്തത്, കറക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ അതിനൊക്കെയുള്ള നമുക്ക് സമയം കിട്ടും. 2 hours എനഫാണ്, മോർ ദാൻ എനഫാണ് നമുക്ക്. അപ്പം ഇതിന് കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ? കാൽക്കുലേഷൻ ഒരു 6 ചോദിച്ചത്. ഈസിയാണോ? അല്ലെങ്കിൽ അത് നല്ല ഈസിയായിരുന്നു. കാരണം നമുക്ക് ആ കാൽക്കുലേഷൻ്റെ ഫോർമുല എന്നല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. അപ്പം ഈവൻ കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ പോലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ക്വസ്റ്റ്യൻസ്, ഇത്ര ml എത്ര അവറിൽ പോകണം, ഇപ്പം 1 അവറിൽ ഇത്ര ml പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര അവേഴ്സ് ഉണ്ട്, ഒരു 6 അവേഴ്സ് ഉണ്ട്, എത്ര ml പോകണം, അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ അത്രയായിരുന്നു. കാൽക്കുലേഷൻസ് ഒക്കെ ഈസിയായിരുന്നു. വേറെ ഇതൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അല്ലേ? അവിടെ എക്സാമിനേഴ്സൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു? 2 എക്സാമിനേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 2 പേര്. അവർ നമുക്ക് എന്താവശ്യം അന്നേരം പറഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ കാൽക്കുലേറ്റർ ഒന്നും കൊണ്ടുപോകുന്നില്ല. അപ്പം കാൽക്കുലേറ്റർ അപ്പം അവർ നമ്മൾ ചോദിക്കുമ്പോൾ തരും. പിന്നെ ഇപ്പം ഷാർപ്നർ വേണമെങ്കിൽ അങ്ങനെ അവർ ചോദിച്ചാൽ തരും. കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ മതി. പിന്നെ അവരെന്തെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അന്നേരം ക്ലിയർ ചെയ്ത് തരും. പിന്നെ അധികം ഡൗട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അതിനുള്ള ഇത് നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് ഒന്നും ഡൗട്ട് അടിക്കേണ്ടതൊന്നുമില്ല. നമ്മുടെ ABCDE എന്ന് പറഞ്ഞാൽ അതിൽ 4 ഓപ്ഷനാണ് ഉള്ളത്. ഈ ചെന്ന എത്രയാണ് അതിൽ നമുക്ക് കറക്റ്റ് ആൻസർ ബ്ലാങ്ക് ചെയ്ത് നമ്മൾ വിട്ടാൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ പുറത്തുനിന്ന് പലരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് കമ്പ്യൂട്ടർ എക്സാം അല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഒരു ധാരണ കമ്പ്യൂട്ടർ എക്സാം ആണ് എല്ലാവരുടെയും ധാരണ ഇത്. പക്ഷേ അത് റിട്ടൺ എക്സാമാണ് അവിടെ വേണ്ടത്. എല്ലാവരും DHA അതൊക്കെ പോലെ അതുപോലെ സെയിം എക്സാം ആണെന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ച് എനിക്ക് കമ്പ്യൂട്ടർ അത്ര അറിയത്തില്ല എന്നൊക്കെ ടെൻഷൻ അടിച്ചാണ് പലരും വരുന്നത്. അപ്പോൾ റിട്ടൺ എക്സാമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ എഴുതിക്കൊണ്ടിരുന്നത് തന്നെ MCQ ക്വസ്റ്റ്യൻസ് ഫില്ല് ചെയ്യുക, അത്രയേ ഉള്ളൂ കാര്യം. അപ്പം അത്യാവശ്യം ഈസിയാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് ചോദിക്കുന്ന ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസ് എപ്പോഴും ചോദിക്കുന്ന കുറേ ഡയഗ്നോസിസ് ഉണ്ട്. ആ സെയിമിൽ തന്നെ പിന്നെയും അതിൽ തന്നെ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ റിവ്യൂസൊക്കെ മെറ്റീരിയൽസ് നമ്മുടെ നേഴ്സിംഗ് മന്ത്ര റിവ്യൂ മെറ്റീരിയലിൽ അത് ആഡ് ചെയ്യുന്നതായിരിക്കും. ആഡ് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്യും. 2019 മാർച്ച് അപ്ഡേറ്റഡ് റിവ്യൂ മെറ്റീരിയൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ask2nursingmantra@gmail.com കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.